ചോർന്നൊലിച്ച് എന്നും നനഞ്ഞു പോവുമായിരുന്ന പുസ്തകങ്ങളായിരുന്നു ശ്രീധന്യയുടെ കൂട്ട്. ചാക്കിൽ കെട്ടിവെച്ച പുസ്തകങ്ങളെയും വകഞ്ഞുമാറ്റി നാലുപാടും ചോരുന്ന വീട്ടിൻ്റെ മൂലയിലേക്കെല്ലാം പ്രളയജലമെത്തിയിട്ട് പോലും ഒട്ടുമേ പിന്നോട്ടു പോവാത്ത നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകം. വയനാട് അമ്പലക്കൊല്ലിയിലെ ആദിവാസി കോളനിയിൽ നിന്നും ശ്രീധന്യ സുരേഷ് എന്ന ഈ അഭിമാനതാരം കോഴിക്കോട് അസിസ്റ്റൻറ്റ് കളക്ടർ കസേരയിലേക്ക് വരുമ്പോൾ വലിയൊരു ചരിത്ര നിമിഷത്തിനു കൂടിയാണ് സാക്ഷിയാവുന്നത്. വിശപ്പിനെയും ജീവിതത്തെയും മറികടന്ന് മക്കളുടെ പഠനത്തിനു വേണ്ടി മുണ്ടുമുറുക്കിയെടുത്ത് രാവിലെ മുതൽ മണ്ണിനോട് പോരാടിയ അമ്പലക്കൊല്ലി കോളനിയിലെ സുരേഷിൻ്റെയും കമലയുടെയും പിന്തുണയുടെ ഫലം. പണമല്ല, ശോഭനമായ ഭാവി സ്വപ്നം കണ്ട് ലക്ഷ്യത്തിനു വേണ്ടി പോരാടിയാൽ ആരും കൈവിടില്ലെന്ന രക്ഷിതാക്കളുടെ വിശ്വാസത്തിൻ്റെ ഫലം. തൊഴിലുറപ്പിന് പോയി 100 രൂപ കിട്ടിയാൽ 90 രൂപ തൻ്റെ പഠനത്തിനും 10 രൂപ ജീവിതത്തിനും വേണ്ടി മാറ്റിവെച്ച രക്ഷിതാക്കളാണ് തൻ്റെ നട്ടെല്ലെന്ന് പറയുന്നു ശ്രീധന്യ. 18 വയസ്സാണ് പെൺകുട്ടികളുടെ സ്വപ്നത്തിൻ്റെ പരിധിയെന്ന് നിശ്ചയിക്കുന്ന കാലത്തിൽ നിന്നും നമ്മൾ മാറണം. പകരം ലക്ഷ്യം കൈവരിക്കും വരെ സ്വപ്നങ്ങളെ താലോലിക്കാനുള്ള, നിശ്ചയിക്കാനുള്ള ധൈര്യമുണ്ടാവണം. ഈ ധൈര്യമാണ് തനിക്ക് രക്ഷിതാക്കളിൽ നിന്നും കിട്ടിയ ഏറ്റവും വലിയ പിന്തുണയെന്നും ശ്രീധന്യ പറയുന്നു. വീടിൻ്റെ മാതൃക പോലെയൊന്ന് പണിതിട്ട് 17 വർഷമെങ്കിലും സിമെൻ്റ് ഇടാൻ പോലും കഴിഞ്ഞിരുന്നില്ല. പാളിയില്ലാത്ത ജനലുകളെ സാരിത്തുമ്പ് കൊണ്ട് മറച്ച് സുരക്ഷയൊരുക്കി രക്ഷിതാക്കൾ ശ്രീധന്യയെ പഠിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. സിവിൽ സർവീസ് പരീക്ഷക്കെന്നല്ല, ഒരു പരീക്ഷയ്ക്കും ഇരുന്നു പഠിക്കാനുള്ള സൗകര്യവും സാഹചര്യവും അമ്പലക്കൊല്ലി കോളനിയിലെ ഈ 3 മുറി വീട്ടിനുണ്ടായിരുന്നില്ല. എന്നിട്ടും ശ്രീധന്യ പഠിച്ച് സിവിൽ സർവീസ് ജയിച്ച് അസിസ്റ്റൻറ്റ് കളക്ടർ സ്ഥാനത്തേക്ക് വരുമ്പോൾ ശ്രീധന്യക്കൊപ്പം ഒരമ്മയും അച്ഛനും കൂടി വാഴ്ത്തപ്പെടുകയാണ്. ശ്രീധന്യ സുരേഷിൻ്റെ നേട്ടത്തിന് തിളക്കമേറെയാണ്. കഷ്ടപ്പാടുകളെയും പ്രതിസന്ധികളുടെയും ചുരം കയറിയാണ് വയനാട്ടിൽ നിന്നുള്ള ഈ ആദിവാസി പെൺകുട്ടി സിവിൽ സർവീസ് പരീക്ഷയിൽ 410ാം റാങ്ക് എന്ന സുവർണ നേട്ടത്തിലേക്കെത്തിയത്. ചോർന്നൊലിക്കുന്ന കൂരക്ക് മുന്നിൽ നിന്നും ചിരിച്ച മുഖവുമായി അവൾ നടന്നു കയറിയത് സ്വപ്നത്തിലേക്കാണ്. അടങ്ങാത്ത ആഗ്രഹവും നേടുമെന്നുള്ള ഉറപ്പും ലക്ഷ്യത്തിലേക്കുള്ള പേക്കാത്ത ചുവടുകളുമായി പിന്നാലെ വരുന്നവർക്ക് പ്രചോദനത്തിൻ്റെ കാൽവിളക്ക് തെളിയിച്ചുകൊണ്ടാണ് അവൾ നടന്നു നീങ്ങിയത്. കുറിച്ച വിഭാഗത്തിൽപ്പെട്ട ശ്രീധന്യ തൻ്റെ 2ാം പരിശ്രമത്തിലാണ് ഐതിഹാസികമായ ഈ നേട്ടം കരസ്ഥമാക്കിയത്. അമ്പലക്കൊല്ലിയിലെ ദ്രവിച്ചു വീണ കൂരയിൽ നിന്നും രാജ്യത്തിൻ്റെ ഭരണയന്ത്രം നിയന്ത്രിക്കാനുള്ള യാത്ര ഇവിടെ തുടങ്ങുന്നു. കൂലിപ്പണിക്കാരായ സുരേഷിൻ്റെയും കമലയുടെയും 3 മക്കളിൽ 2ാമത്തെ ആളാണ് ശ്രീധന്യ. സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങിയതും സുമനസ്സുകൾ അറിഞ്ഞു നൽകിയതുമായ പണം കൂട്ടിവെച്ചാണ് സിവിൽ സർവീസ് ഇൻ്റർവ്യൂവിനായി ശ്രീധന്യ ഡൽഹിയിലെത്തിയത്. ആ യാത്ര വെറുതെയായില്ല. അവളുടെ നേട്ടം ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുകയായിരുന്നു. ജീവിതത്തിൽ എല്ലാ അവസരങ്ങളും ഒത്തുവന്നിട്ടും ഇനിയും നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റിനായി കാത്തിരിക്കുന്നവർക്കൊരു മുന്നറിയിപ്പും, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും മറികടന്നുകൊണ്ട് വിജയത്തിനായി പ്രവർത്തിക്കുന്നവർക്കുള്ള ഒരു സന്തോഷ വാർത്തയുമാണ് നമുക്ക് ഈ വിജയത്തിലൂടെ നൽകുന്നത്. അതിനാൽ നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും കഷ്ടപ്പാടുകളെയും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കി മാറ്റി വിജയത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം മുസ്തഫ.